മാമ്പഴ സീസണൊക്കെ ആയല്ലോ. അപ്പോൾ മാങ്ങ കൊണ്ട് നല്ല സൂപ്പറായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പഴയകാല വിഭവമാണ് കേട്ടോ. ഇത് ഒഴിച്ചുകൂട്ടാൻ മാമ്പഴം എന്ന് പറയും. നമ്മൾ സാധാരണ ഒഴിച്ചുകൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മാമ്പഴം ഉപയോഗിക്കാറ്. പിന്നെ ഇത് പഴുത്ത് നന്നായിട്ട് പിതുക്കി ഇതിൻ്റെ മുകളിലൊരു ദ്വാരം ഇട്ടിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഉറിഞ്ചി കുടിച്ച് പണ്ട് കുഞ്ഞിലെ കഴിക്കാറുള്ള ടൈപ്പ് മാമ്പഴമാണ് കേട്ടോ. ശരിക്കും ഇത് കുറച്ച് അധികം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയാണ് കേട്ടോ ഇത്രയും കുറഞ്ഞു പോയത്. അപ്പോൾ എന്തായാലും ഈ ഡിഷിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതുകൊണ്ട് എന്തായാലും ഒരു 5 വെച്ചെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം മതി കേട്ടോ. എനിക്കിത്തിരി വെള്ളം കൂടിപ്പോയി ഇത് എടുത്തപ്പോൾ. അപ്പോൾ ഇതിൽ മാമ്പഴമായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് വെന്ത് വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് ശർക്കര ചേർക്കാവുന്നതാണ്. ശർക്കര പൊടിച്ചതോ അല്ലെങ്കിൽ ഇതുപോലെ പാനി കാച്ചിയതോ ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ 2 ഏലക്കായും കൂടെ ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിട്ട് നിന്ന് വെള്ളം കുറച്ച് മതിയാവും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഒരു തേൻ പോലത്തെ രീതിയിൽ വരേണ്ടതാണ് കേട്ടോ. എനിക്ക് കുറച്ച് വെള്ളം കൂടിപ്പോയി കേട്ടോ. കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിലോട്ട് കുറച്ച് മുളക് പൊടി ഇടാം. കുറച്ചിട്ടാൽ മതിയാവും. ഇതാണ് അതിൻ്റെ വേറൊരു ഹൈലൈറ്റ്. ഇതിലിങ്ങനെ മുളകിൻ്റെ ഒരു ചെറിയ എരിവും കൂടെ കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ ഒരു നുള്ള് ഉപ്പ് കൂടി ഇടണം. പിന്നെ കുറച്ച് ജീരകം, പിന്നെ ചുക്കുണ്ടെങ്കിൽ ചുക്ക് പൊടിയും കൂടെ നമുക്ക് ഇടാവുന്നതാണ്. ഇതൊന്ന് എല്ലാം കൂടെ നന്നായിട്ട് തിളച്ച് കുറുകി വരും. കുറുകി നന്നായിട്ട് തീരെ അങ്ങ് ഒരു സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും വേണ്ട. നമ്മൾ ലൂസായിട്ട് ഒരു തേൻ പോലത്തെ ഒരു ഇതിൽ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഗോതമ്പ് പുട്ടിൻ്റെ കൂടെയൊക്കെ ഇത് നമുക്ക് കറിയായിട്ട് കഴിക്കാം. അല്ലാതെ ഇങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ മാമ്പഴം കിട്ടുമ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.